ഹായ് ഡിയേഴ്സ്, വീക്കെൻഡ് ലേറ്റ് ആയിട്ടൊക്കെ എണീക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഈസി പീസി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറിനും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ബട്ടർ ഗാർലിക് എഗ്ഗാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായ എത്ര എഗ്ഗ് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ എഗ്ഗ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. പൊടിഞ്ഞു പോകരുത്, കുറച്ചൊരു വലിയ പീസായിട്ട് തന്നെ കിടന്നോട്ടെ. അപ്പം നന്നായി സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് കുറച്ചും കൂടി ബട്ടർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബട്ടർ കരിയാതെ നോക്കണേ. ബട്ടർ ഒഴിക്കുന്നതിന് മുൻപ് കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം ബട്ടർ ഒഴിക്കുകയാണെങ്കിൽ ബട്ടർ കരിയാതെ കിട്ടും കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ടതിന് ശേഷം അതൊന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഗാർലിക് 2 ഗാർലിക്കാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഉപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ് ഇത് 3 ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക, ഉപ്പ് കൂടണ്ട. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒറിഗാനോ ആണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം 2 ടീസ്പൂൺ അത്ര മാത്രം മതി മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മൈദപ്പൊടിയോ കോൺഫ്ലവറോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതിനാവശ്യമായ കുറച്ച് പാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി കിട്ടുമ്പോൾ നല്ല കട്ടിയാവാൻ തോന്നുന്നു. കുറച്ചുകൂടി പാൽ ഒഴിക്കാം. ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയും പാലും ഒഴിവാക്കിയിട്ട് ഫ്രഷ് ക്രീം ചേർക്കാവുന്നതാണ്. പിന്നെ ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും കൂടി ചേർത്ത് കൊടുത്ത് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടോ. ഞാനിവിടെ അതിന് വേണ്ടി കഴിക്കാൻ എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.